ഇവിടെ ഇവിടെ പുറത്തേക്കുള്ള കുറെ ആക്ടേഴ്സിന് ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അവർ ചെയ്തിട്ട് അതൊരു വല്ലാത്തൊരു ഹൈ ആയി അവർക്ക് അവരുടെ ശരീരത്തിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കാണിക്കുന്ന ഒരു വല്ലാത്ത ലഹരിയാവുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ ഡെലൂയിസ് എടുത്താലും ക്രിസ്ത്യൻ ബെയിലിനൊക്കെ തന്നെ ഈ ശരീരം ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ സിനിമയിലും പരീക്ഷിക്കുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം ഇതിന് വല്ലാത്തൊരു പെയിനും ഉണ്ടല്ലോ ഇതിന്റെ പിറകിൽ. ഇത് ആസ്വദിക്കുന്നുണ്ടോ ശരിക്കും ഓരോ സമയത്തും? അത് ആസ്വദിക്കുന്നില്ല, റിസൾട്ട് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. പ്രോസസ്സ് അത്രയ്ക്ക് ആസ്വാദ്യകരമല്ല. പക്ഷെ ഞാനത് സിനിമയ്ക്ക് അനുസരിച്ച്, ഓരോ സിനിമയ്ക്കും അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് കുറെ കാലം ബ്രേക്ക് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് അതിന്റെ മുമ്പത്തെ സിനിമയുടെ സമയത്ത് തന്നെ തുടങ്ങും. അതിപ്പോൾ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രെയിൻ ചെയ്യണമെങ്കിലും ഒക്കെ ആ പ്രോസസ്സ് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതല്ല ആ പ്രോസസ്സ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭക്ഷണം പലപ്പോഴും ഈ പടത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അതും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ മധുരമോ അങ്ങനത്തെ കാര്യങ്ങളല്ല കൂടുതൽ ഇതിനകത്ത് കഴിക്കാനും പറ്റുക. അപ്പൊ നമ്മള് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബൾക്കിങ് ഞാൻ ചെയ്യാറില്ല. അത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നാണ്. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെങ്കിലും ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. പക്ഷെ ആ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റുക. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ശാരീരിക അധ്വാനം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല. ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. അപ്പൊ പുറത്ത് ആൾക്കാരെങ്ങനെ വിചാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് നടക്കാനും ഓടാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളതിനേക്കാളും ഇഷ്ടം കിടക്കാനാണ്. അത്രയും മടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇതിപ്പോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കാനായിട്ടൊരു മോട്ടിവേഷൻ വരുമല്ലോ. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇത് ചെയ്ത് നമുക്കിതിന് ഇപ്പം എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ട്രെയിനർ വിളിക്കുമ്പോൾ എത്ര ദിവസം ഒഴിവഴിവ് പറയും. ഇപ്പൊ എൻ്റെ ഇല്ല, സ്റ്റോക്കില്ല പറയാനുള്ള ഒഴിവഴിവൊന്നും. പിന്നെ പുള്ളി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ ഭയങ്കര നൈറ്റ് ഷൂട്ടും ഞാൻ തളർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചേരം കൂടെ ഉറങ്ങിക്കോ, ഇന്ന് വർക്കൗട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്കമാണ് വർക്കൗട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രെയിനറും കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഈ ഭക്ഷണവും വ്യായാമവും ഒക്കെ മാറിയിട്ടുണ്ട്. സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഈ കണ്ട നാളുകൾക്കിടയിൽ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മസിൽ സോർനെസ്സും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ എനിക്കും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ റിസൾട്ട് മുന്നേ കണ്ടിട്ട് അതാണ് നമ്മുടെ മോട്ടിവേഷൻ. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് എന്ത് മാറ്റം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ ഒരു 1 എക്സ്ട്രാ മൈൽ നമ്മൾ സ്വയം പുഷ് ചെയ്ത് ചെയ്യുന്നത്. സംബന്ധിച്ചിടത്തോളം ഈ സിനിമ നടക്കുന്ന കാലഘട്ടം ഒരു 75 വർഷങ്ങളെങ്കിലും പിറകിലാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പാൻറ് ഇടാതെ നടക്കുന്ന ആളുകൾ, മലയാളത്തിന്റെ അക്ഷരലിപി തന്നെ വേറെ രീതിയിൽ, അല്ലെങ്കിൽ വാക്കുകൾ വേറെ രീതിയിൽ. ഇപ്പൊ മാത്രമല്ല ഇതിനകത്ത് ഒരു ഗുരുവും കൂടിയാണ്, ഒരു മാസ്റ്ററും കൂടിയാണ്. നമുക്കറിയാത്തൊരു കാലഘട്ടത്തിന് വേണ്ടി ഇപ്പൊ ഓത് ബാക്കപ്പ് ഒക്കെ നന്നായിട്ട് എടുത്ത ആക്ടറുണ്ട്. ശ്രീ മമ്മൂക്കയൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അദ്ദേഹം ഈ വടക്കം വീരകഥ ചെയ്യുമ്പോൾ ആ ഡയലോഗ്സ് MT സാറിനെ കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യിപ്പിച്ച് CD-യിലാക്കി കാറിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗംഭീര ഡയലോഗുകൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റേണൽ പ്രോസസ് കൊണ്ടുണ്ടല്ലോ, അത് എത്രമാത്രം അക്കാഡമിക് ആയിട്ട് സമീപിക്കാൻ പറ്റുന്നുണ്ട്? ഈ സിനിമയുടെ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് തന്നെ ആവണം ഇവരുടെ മനസ്സിൽ എന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷന് ഇവരുടെ സഹായം ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1950-60 നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നത് 2026 കാരണം കൊണ്ട് പലതും നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു കല്ലുകടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന എന്നാൽ
ഇപ്പോഴത്തെ കാലത്ത് പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡയലോഗ് വരുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഉടനെ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ്. കാര്യം കൂട്ടത്തിൽ പ്രായമുള്ള ആൾ പുള്ളി ആയത് കാരണം കൊണ്ട് ഇങ്ങനെ പഴയ വാക്കുകളെ പറ്റി ഞങ്ങളെക്കാൾ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടും മാത്രമല്ല പുള്ളി നല്ല വായനയും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൾ പരമാവധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ 50s തന്നെ സംസാര രീതി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഈ 75 വർഷത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഭയങ്കരമായിട്ട് നാടകീയമായിട്ടൊക്കെ തോന്നിയേക്കാം ആ വാക്കുകൾ തന്നെ. ഇപ്പൊ എനിക്ക് ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ വായിച്ചാൽ നമ്മളിപ്പോ വളരെയധികം എന്ന് പറയുന്നത് പണ്ട് വളരെ ധാരാളം എന്ന് പറയുന്ന ഒരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ യൂസേജ് ഇപ്പൊ വരുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊന്നും അപ്പോ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലാതെ അപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫേർട്ട് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. സിനിമ ഷൂട്ടിന്റെ സമയത്തും ത്രൂ ഔട്ട് എന്തെങ്കിലും ഡയലോഗിൽ മാറ്റം വന്നാലും അപ്പോഴും നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും പുതിയ വാക്കുകളാവാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഷൂട്ടിനെ തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ തൊടുപുഴയിൽ ചെന്നു. ഞാൻ അവിടെ ഒരു വീടെടുത്തിട്ടാണ് ഞാൻ എപ്പോഴും താമസിക്കുക. അപ്പൊ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക, ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ. അപ്പോൾ ആ ബോയ്സ് ഹോസ്റ്റലിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഡിജോയും വരും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന് അപ്പൊ എനിക്കും ഡിജോയിൽ നിന്ന് വേണം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. എങ്ങനെയാണ് ഡിജോ ഞാനിത് പ്ലേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഡിജോയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്പേസ് ആയത് കാരണം കൊണ്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ, അല്ലാതെ നമ്മൾ മൊത്തം ഈ സിനിമയുടെ സെറ്റപ്പിൽ അഭിനയിക്കുന്നു എന്നല്ല പറയുന്നത്. ഇരുന്ന ഡയലോഗിന്റെ മോഡുലേഷനും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്ന ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പൊ എനിക്കെന്താ വെച്ചാൽ ഞാൻ ഇവരുടെ ഒരു ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കുക, ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിന്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലെ, 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്ക് തന്നെ നമ്മൾ നാളത്തെ സീനപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് രണ്ടാൾക്കും കാണും. അതുപോലെ സിനിമയും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഇവർക്ക് രണ്ടുപേർക്കും അതിന്റെ ക്രെഡിറ്റ്. നമ്മളൊക്കെ അതിനകത്ത് ടൂൾസ് മാത്രമാണ്. നന്നായിട്ടുണ്ട്, പേടിക്കണ്ട. പള്ളിച്ചട്ടമ്പി എന്ന് പേര് പറഞ്ഞ നാടൻ മാസ് സിനിമകളുടെ പേര് പോലെയാണ് തോന്നുന്നത്. അപ്പൊ ടോവിനോ എന്ന താരത്തെ എത്രത്തോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര ഫൈറ്റ്, പഞ്ച് ഡയലോഗ്, ആ രീതിയിലാണോ ടോവിനോയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പൊ ഈ പറഞ്ഞ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, ഒരു നാടിന്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്ന ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി ആ നാടും ആ നാട്ടിലെ നായകന്റെ കഥയാണ് പള്ളിച്ചട്ടമ്പി. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പള്ളിച്ചട്ടമ്പി അതെന്തിന്, എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ, ഇപ്പൊ നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു അർത്ഥമല്ല ഇപ്പൊ ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് പറയും ഇവിടെ ചട്ടമ്പി തരം കാണിക്കല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ വരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡൈമെൻഷൻ ആയിരുന്നു ആ വാക്കിന്റെ അർത്ഥത്തിന് പോലും. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ ഡിപ്പിക്ട് ചെയ്തത്. ഒരു നാടിന്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ
ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്തും. അപ്പൊ നിങ്ങൾക്ക് അറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയത് നിങ്ങൾ ഇനിയിപ്പോൾ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, നേരെ വന്ന് കണ്ടിട്ട് പറ. ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ വന്ന 2 കമന്റ് ആണ്. മറവത്തൂർ കനവില് മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ലുക്കിൽ സാമ്യം വരുന്ന രീതിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്തോടെ എന്താ പറയാനുള്ളത്? റെഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് മമ്മൂക്കനായിട്ടല്ല, വേറെ ഏതെങ്കിലും കഥാപാത്രത്തിന്റെ? അല്ല, നമ്മള് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് രാത്രിയൊക്കെ ടോവി പറഞ്ഞാൽ ടോവിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ സിനിമകൾ കാണും, പഴയ സിനിമകൾ കാണും. ഇപ്പോൾ ഐ.വി. ശശി സാറിന്റെ സിനിമ തൊട്ട് പലതും കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറവത്തൂർ കനവ്, നരൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ലുക്ക് ഞങ്ങൾ 2019 നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഈ ലുക്ക് വിട്ടതാണ്. അപ്പൊ അന്ന് തൊട്ടേ ഈ ലുക്കിലേക്ക് നമ്മുടെ ചട്ടമ്പി കിട്ടണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ടോവി പറഞ്ഞ പോലെ ലാസ്റ്റത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ മീശയൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ ഫൈനലി തലമുടി വെട്ടുന്നതിന് മുന്നേ റെഡിയൽ ഇടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തലമുടി അതേപോലെ പറ്റ വെട്ടിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഞങ്ങൾ കണ്ട കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാനും സുരേഷ് ഏട്ടനൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു ചട്ടമ്പി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറവത്തൂർ കനവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സിനിമകൾ റെഫറൻസുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് അന്ന് വരപ്പിച്ച ഇമേജിലോട്ട് ഞങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇൻസ്പയർ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനും അല്ല നിങ്ങൾ പോലും ആ കാലഘട്ടത്തെ ഒരുപാടൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർക്കൊരു പെർട്ടിക്കുലർ, അവർ ആ സമയത്ത് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കണ്ട സിനിമകളും ഇവരോടൊക്കെയുള്ള ചർച്ചയും സുരേഷ് ഏട്ടനുമായിട്ടൊക്കെ കോർത്തിണക്കിയിട്ടാണ് ആ ലുക്കിലേക്ക് വന്നത്. ആ സിനിമ മാത്രമല്ല, പഴയ കാലം റെഫർ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞങ്ങളുടെ റെഫറൻസിലുള്ളത്.